ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ഇന്ന് രാവിലെ കുറച്ച് വൈകിയാണ് കേട്ടോ എണീറ്റത്. രാവിലെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റു. 4:30 ആയപ്പോൾ എണീറ്റ് അത് കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളും സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ അങ്ങ് കടന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ഇപ്പോൾ എണീറ്റിട്ടുള്ളത്. ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ആക്കാനുണ്ട്. പിന്നെ ഇന്നലെ റമലത്തെയും കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, റമലത്തെയും ആദ്യമല്ലേ ഉള്ളൂ. ഇപ്പോൾ മച്ചുവിൻ്റെ വീട്ടിലല്ലേ. അപ്പോൾ അവർ രണ്ടാളും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ രാത്രിയിൽ നമ്മൾ സംസാരിച്ചിരുന്ന് ഇരുന്ന് അങ്ങനെ കുറേ സമയമായിട്ട് രാത്രി 1:30 വരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ടാണ് പിന്നെ കിടന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു രസമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഉറക്കമൊന്നും ആർക്കും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കിടക്കുക ചെയ്തത്. പക്ഷെ രാവിലെ എന്താ പറയുക, എണീറ്റപ്പോൾ നിൽക്കാനേ കഴിയുന്നില്ല. തലക്കൊക്കെ ഒരു മരവിപ്പ് കേട്ടോ. പിന്നെ അതങ്ങ് ക്ലിയർ ആയാലല്ലേ നമുക്ക് അന്നത്തെ ദിവസം ഒരു ഉഷാറുണ്ടാവുള്ളൂ. പിന്നെ തലവേദനയായി അങ്ങനെയൊക്കെ ആവൂലേ പകൽ റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ. അങ്ങനെ പിന്നെ കുറച്ച് സമയം കിടന്നിട്ട് മനഃപൂർവ്വം അങ്ങനെ വൈകി എണീറ്റത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എണീറ്റപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എണീറ്റിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. കുറച്ച് എഗ്ഗ് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ എഗ്ഗ് ബോക്സിലാട്ടോ വാങ്ങുക, കുറച്ച് കൂടുതൽ. അപ്പോൾ അത് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും വൃത്തികേടും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നന്നായിട്ട് ഇങ്ങനെ സോക്കായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ രാവിലെ അത് റമലത്തെ കഴുകിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കട്ടെ. ഞാൻ എഗ്ഗ് ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. കാര്യം കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങുകയാണ് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോകില്ലേ. അപ്പോൾ വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചെയ്യുക കേട്ടോ. ഞാൻ വെക്കുന്നുണ്ട് വിചാരിച്ച് നിങ്ങൾ വെക്കണ്ട. ഈ ഒരു എഗ് ട്രേ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഓരോ എഗ്ഗ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത്. അതുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ അത് ഈ ഒരു ബോക്സില്ലേ, ഇതും സൂപ്പറാണ്. അധികം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ അധികം സ്പേസ് വേണ്ട. അതിങ്ങനെ പരന്ന് നല്ല തിന്നായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് എഗ്ഗ് നന്നായിട്ട് എത്ര നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും എഗ്ഗ് നന്നായിട്ട് കൊള്ളുകയും ചെയ്യും. ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് നമുക്ക് സ്പേസും ഉണ്ടാവും കേട്ടോ. രണ്ടും അങ്ങനെ തന്നെയാണ്. മറ്റേത് ഡോറിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു 10-30 എഗ്ഗ് വെക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിലൊക്കെ തുടച്ച് നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. ആ ഡോറിൽ വെക്കുന്നതില്ല, അത് നമുക്ക് ഡോറിൽ അങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് എഗ്ഗ് വെക്കാം. പക്ഷേ ഞാനതിങ്ങനെ ഫ്രിഡ്ജ് തുറന്നുകൊണ്ടിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അത് സെറ്റാക്കിയിട്ട് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ വെള്ളം കാണിച്ചത് പേരക്ക ഇലയിട്ടിട്ട് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ. അത് നല്ലതാട്ടോ കുടിക്കുന്നത്. പിന്നെ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടേ. നമ്മളിപ്പോൾ വെറുതെ ഒരു ദിവസത്തേക്ക് കുടിക്കാൻ വേണ്ടി തിളപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി തിളപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ മാറി ഈ ഒരു സമയത്ത് എല്ലാ സമയത്തും നമുക്ക് മാറി മാറി പരീക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ. ജീരക വെള്ളം, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുള്ള വെള്ളം, തുളസി ഇട്ടിട്ടുള്ള വെള്ളം, എന്താ പറയുക, എന്നും ഒരേ ഇത് കുടിക്കാതെ ഇങ്ങനെ മാറി ഡെയിലി മാറി വേറെ ഉലുവ ഇട്ടിട്ട് അങ്ങനെ മല്ലി ഇട്ടിട്ട് അങ്ങനെയൊക്കെ മാറി കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയോ ഇലകൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് കഴിക്കാം. പിന്നെ ഉലുവ വെള്ളത്തിലിട്ടിട്ട് കുടിക്കുന്നത് അത് നല്ലതാട്ടെ, എന്തിനല്ലോ നല്ലതാണ്. അപ്പോൾ ജംഷി ചായ കുടിക്കാതെ എന്താണ് രാവിലെ എന്ത് വെള്ളം കുടിക്കുകയെന്ന് ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അത് ഞാൻ വരും വ്ളോഗിലൊക്കെ കാണിക്കാട്ടെ. ഞാൻ കാണിക്കാറുണ്ട്. ചിലപ്പം പുതിയ വ്യൂസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പിന്നെ ഒന്ന് രാവിലെ ധൈര്യത്തിലൊന്ന് കിടക്കാൻ കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ വെള്ളപ്പത്തിന് അരിയിട്ട് ഈ ഒരു റോസ് ബോക്സിലുള്ളതില്ലേ വൈറ്റ്, അതിൽ ആ മാവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ അത് തികയേയില്ല. അപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ, ഈ ഒരു ബ്ലൂ ബൗളിലുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ ആയപ്പോൾ പിന്നെ ഉണ്ട്. ആദ്യം ആ കയ്യിലുള്ള ബോക്സിലുള്ളത് ചുട്ട് കഴിഞ്ഞിട്ട് മറ്റേതും ചൂടാമെന്ന് വിചാരിക്കുന്നത്. പാട്ടി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമല്ലേ. നമ്മൾ ഈ പത്തിരി മറ്റേത് മറിച്ചത് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ ദോശക്കാട്ടി വെക്കുക,
പിന്നെ ഇതുപോലെ വെള്ളപ്പത്തിനാട്ടി വെക്കുക, അങ്ങനെ നമ്മൾ വെള്ളയത്തരം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതൊക്കെ ആയാൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, നെയ്പത്തിരി പത്തിരി അങ്ങനത്തെ ഒക്കെ. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് പണി ഒരുങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ കറി വെക്കാനുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കറി, ചിക്കൻ കറി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഉറക്കം വന്നതും. ഇല്ലെങ്കിൽ എന്തെല്ലോ പണി ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു ഉറക്കത്തിന് നമുക്കൊരു സുഖം കിട്ടൂല. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കിടന്നത്. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെയല്ലല്ലോ, എല്ലാവരും ഓരോന്നോരോന്ന് എന്തായാലും ചെയ്യുമല്ലോ. അപ്പോൾ പെട്ടെന്ന് പണിയും തീരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ വെള്ളപ്പം ചൂടലവിടെ നടക്കുന്നുണ്ട്. ഇത് റമലത്ത നമ്മളെ വിറകില്ലേ, വിറക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, മട്ടൽ അങ്ങനത്തെ തെങ്ങിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് വിറകുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിടുകയാണ് കേട്ടോ. ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒതുക്കി വെക്കൂലേ, അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളപ്പം ഇടയ്ക്ക് അവിടെ പോയി നിന്നിട്ട് വർത്താനം പറയുമ്പോൾ ഇവിടെ വെള്ളപ്പം കരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 1-2 കരിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ കരിയല്ല, ഓവർ ക്രിസ്പി ആയിട്ട് പോയി കേട്ടോ. ഇന്ന് ഞാൻ ഈ ഒരു അപ്പച്ചട്ടിയാട്ടോ വെച്ചത്, നമ്മൾ ഇരുമ്പിൻ്റെത് എടുത്തിട്ടില്ല. വേഗം ഇത് കിട്ടിയപ്പോൾ വേഗം വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ റഫീക്ക വന്നിട്ടില്ല കേട്ടോ, റഫീക്ക ഡ്യൂട്ടിയിലാണുള്ളത്, എത്തിയിട്ടില്ല. അപ്പോൾ റഫീക്ക വരുമ്പോൾ എന്തായാലും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. റഫീഖാക്ക് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ചട്ടിയിൽ ചുടുന്ന വെള്ളപ്പം ഇഷ്ടമല്ല കേട്ടോ. ഞാനത് ക്രിസ്പി ആക്കിയൊക്കെ എടുക്കും, പക്ഷേ ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു എണ്ണമയൊക്കെ ആക്കിയിട്ട് നമ്മൾ അയണ്ട ചട്ടിയിൽ ചുട്ടെടുക്കുന്ന അപ്പമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് ആ സമയത്ത് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജംഷി കിച്ചൺ മേക്ക് ഓവർ ചെയ്തില്ലേ, പിന്നെ എല്ലാം തിരിച്ച് അങ്ങനെ തന്നെ വെച്ചോന്ന്. അപ്പോൾ അല്ല കേട്ടോ, അത് ഞാൻ ആ കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ മറ്റേ വീഡിയോ മേക്ക് ഓവർ വീഡിയോ തന്നിട്ടാണ് ആ വീഡിയോ തന്നത്, അതുകൊണ്ടാണ് കേട്ടോ. 1-2 പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റമലത്ത അതാ അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വിറകൊക്കെ അട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഇങ്ങനെ വിറക് പണി അങ്ങനത്തെ പണികളില്ല. ആ ഒരു ടൈപ്പ് ഓരോരുത്തരും ഇഷ്ടമായിരിക്കുമല്ലോ, എനിക്ക് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ. അകത്തത്തെ വൃത്തിയാക്കലും അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല, പാചകവും കുഴപ്പമില്ല. പക്ഷേ ഇതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കല്യാണീച്ചിനെ വിളിക്കുകയാണ് ചെയ്യുക അങ്ങനത്തെ പണികൾക്ക് കേട്ടോ. പുറത്തത്തെ ഇങ്ങനത്തെ പണികൾക്ക് കുറേയൊക്കെ റഫീക്ക് ചെയ്യും, പക്ഷേ ഇങ്ങനത്തതൊക്കെ നമ്മൾ കല്യാണീച്ചിനെ വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ റമലത്താൻ്റെ വിറകെടുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചോറിനൊക്കെ അരിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി വെള്ളപ്പം ചിക്കൻ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ കേട്ടോ. ചായ കുടി നമ്മൾ വീട്ടിൽ എക്സ്ട്രാ ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചായ കുടി തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി വേഗം തീർത്താൽ മാത്രം പോരാ, ചായ കുടി അങ്ങ് കഴിയണം കേട്ടോ. എന്നാലാണ് ആ വീട്ടിലത്തെ പണികൾ പെട്ടെന്ന് തീരുള്ളൂ. അത് വൈകിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ എന്ത് പണി നമ്മൾ എടുത്തിട്ടും കാര്യമില്ല, നമ്മളെ പണി എല്ലാം വൈകും. പിന്നെ നമ്മൾ ചോറുണ്ടാക്കാൻ വൈകും, പിന്നെ അത് കഴിക്കാൻ വൈകും, എല്ലാം വൈകും. പിന്നെ വൈകുന്നേരത്തത് വൈകും, എല്ലാം മൊത്തത്തിൽ വൈകും. അപ്പോൾ ഇത് രാവിലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ടപ്പേന്ന് നടക്കുന്നതായിട്ടും തോന്നലുണ്ട് കേട്ടോ, എനിക്ക് ഫീൽ ചെയ്യലുണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി നമുക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. പിന്നെ ചോറ് അടുപ്പത്ത് ഞാൻ പറഞ്ഞില്ല ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ റേഷൻ അരിയ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റമലത്ത ഇങ്ങനെ ഊറ്റുകൊട്ടയിലേക്ക് ഇടൂലേ, അങ്ങനെ ചെയ്തെടുക്കുകയാണേ. പിന്നെ ആദ്യം അവിടെ അടിച്ചു വാരി തുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയെടുത്താൽ പിന്നെ പെട്ടെന്ന് കഴിയൂലേ. പക്ഷേ എല്ലാം വേഗം എടുക്കണം എന്ന് മാത്രം. കാരണം ആൾ കൂടുതലാകുമ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ എനിക്ക് പണി വേഗം എടുക്കുന്നുണ്ടാവേ. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം അങ്ങ് വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞാലേ പിന്നെ 1 മണി 2 മണി അങ്ങനെ പോകൂട്ടോ, വെറുതെ പണികൾ വേഗം തുടങ്ങിയിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെയും സംഭവിക്കാറുണ്ട് കേട്ടോ ചില സമയത്ത്. പിന്നെ 2 മണിയിലേക്ക് 3 മണിയിലേക്കൊക്കെ പോവും. അങ്ങനെ ഞാൻ അയല മീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മുളകിട്ടെടുത്തു. പിന്നെ പരിപ്പും ചീരയും കൂടെ ഉള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചീര ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളെ കറി റെഡിയായി കിട്ടും. പിന്നെ മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കാനുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിക്ക്
നമ്മളെ നമ്മളെ മറ്റേ ചീര അല്ലേ, ഇംഗ്ലീഷ് ചീര, പ്രഷർ ചീര, വേലിച്ചീര എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. അപ്പം അത് കുറച്ച് പോയിട്ട് പറിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതും കൂടെ ആക്കിയാൽ നമ്മളെ ലഞ്ച് പരിപാടി തീരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം അടിച്ചു വാരി തുടക്കുന്നുണ്ട് കേട്ടോ, അടിച്ചു വാരുന്നുണ്ട്, തുടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഇന്നെനിക്ക് അകത്തേക്ക് നോക്കുക വേണ്ട കേട്ടോ, ഒതുക്കി പെറുക്കി നല്ല ക്ലീനായിട്ട് ചെയ്തോളും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതും ഇതും എല്ലാം കൂടെ ചെയ്യണ്ടേ, അപ്പോൾ ആ ഒരു പണിയില്ല. അപ്പോൾ റിലാക്സ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണി, മന്തി അങ്ങനത്തെ ഒന്നും ആക്കാത്തത്, ഇന്നലെ ഇവർ വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പിന്നെ ചൂടും കാര്യമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധാ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് കേട്ടോ. എന്താ ചൂടില്ലേ, ശരിക്കും നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യൂല. അല്ലാത്ത സമയത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചൂട് കൂടുതലുള്ള പോലെ തോന്നും കേട്ടോ. ഞാനിപ്പോൾ അകത്ത് ജനലൊക്കെ ഏകദേശം തുറന്നിടുവേ, നല്ലോണം ഇങ്ങനെ തുറന്നിടും. അപ്പോൾ ആ കാറ്റും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കയറുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കിച്ചൺ ഭാഗത്തേക്ക് ഒരു ഉച്ച, ആ ഒരു നല്ല ഉച്ച ആയി കഴിഞ്ഞാൽ ചെറിയ ചൂട് കിട്ടും. കാര്യം നമ്മളെ പുറകിൽ ഇങ്ങനെ ഷീറ്റ് ഉണ്ടല്ലോ, കുറച്ച് ഭാഗം, കുറച്ച് ഏരിയ ഉള്ളൂ കേട്ടോ, കിച്ചൺ മുഴുവനൊന്നും ഷീറ്റല്ല, ഓടാണ്. പക്ഷേ ആ ഒരു ഷീറ്റിൻ്റെ ചെറിയൊരു പോർഷൻ, ആ ഒരു ചൂട് ഭയങ്കരമായിട്ട് ഇങ്ങ് കിച്ചണിലേക്ക് വരും കേട്ടോ. നല്ല ഉച്ചയായി കഴിഞ്ഞാൽ 1 മണി 2 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഫുള്ള് ജനലും വാതിലൊക്കെ തുറന്ന്, വാതിലല്ല ജനലുകൾ തുറന്നിടും, നമുക്കൊരു കയറ് കിട്ടുന്ന രീതിയിൽ ജനലൊക്കെ തുറന്നിടും കേട്ടോ. അപ്പോൾ നല്ല കാറ്റ് കിട്ടും. നമുക്ക് അപ്പുറത്ത് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ചില സമയത്ത് നമുക്കൊരു ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലേ. അപ്പോൾ എല്ലാവരും പണിയിലൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചെടുത്ത്, ഇത് ഓരോരുത്തർക്കും ഓരോ ജ്യൂസാണ് കേട്ടോ. കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ചെടുത്ത്. അതിൽ മാത്രമേ നമ്മൾ മധുരം ചേർത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളതിലൊന്നും മധുരം ചേർത്തിട്ടില്ല. വാവക്കും ആദിക്കും മധുരം വേണം, പഞ്ചസാര ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിട്ടു. ഞാൻ റമിലത്തെ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ ഈ പഴം പാലും കൂടി ചേർത്തിട്ടുള്ള ജ്യൂസാണേ. റമിലത്താക്ക് ഓറഞ്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഴത്തിൽ ഞാൻ ഒട്ടും പഞ്ചസാര ചേർത്തില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് വേണ്ട മധുരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഐസൊക്കെ ചേർത്തിട്ട് ഒരു ജ്യൂസ് കുടിക്കട്ടെ. ഈ പണീൻ്റെ ഇടയിൽ ഇങ്ങനൊരു ജ്യൂസ് കിട്ടുമ്പോൾ നല്ല രസമല്ലേ, എല്ലാവരും ഓരോരോ പണികളെടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഒരു റിലാക്സിങ് ടൈമാണ് കേട്ടോ. അത് വെറുതെ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏകദേശം എല്ലാവരും പണിയും തീരാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ജ്യൂസും കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുടിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു മണിക്കൂറോളം പിന്നെയും വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നല്ല സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കലും, റഫീഖ വന്നിട്ടുണ്ടായിരുന്നേ, ലഞ്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം മച്ചും ഹസ്ബൻഡും മച്ചുവിൻ്റെ ഉമ്മയും നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കേട്ടോ അവർ വന്നത്. അപ്പോൾ വേറൊന്നും ഉണ്ടായിട്ടില്ല, പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഴം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു കായ്പോള ഉണ്ടാക്കി, പഴംപൊരി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതാണ് ആക്കിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അവർക്ക് ചായ കൊടുക്കട്ടെ. അവർ വന്നതും നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല ഇടിയും മഴയും ഒക്കെ ആയിട്ട് കുറച്ച് സമയം നല്ല മഴ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സമയത്ത് പഴംപൊരിയും ചായയും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. ശരിക്കും ഈ മഴ പെയ്യുമ്പോൾ ഒരു ആശ്വാസമാണ്, പക്ഷേ ഇടിയൊക്കെ ഭയങ്കരമാണ് കേട്ടോ. എല്ലായിടത്തും ഇതൊന്നും കിട്ടുന്നില്ല. ഇവിടെ തന്നെ ചില ഏരിയകളിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പെയ്യുന്നതെന്ന് വേറെ എവിടെ ഉണ്ടാവും. ചിലപ്പം ടൗണിലൊക്കെ പെയ്തിട്ട് നമുക്ക് മഴ കിട്ടാറില്ല, അങ്ങനെയും ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ പെയ്യുന്ന ദിവസം ഒരു തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. അല്ലാത്ത ദിവസം നമ്മൾ വയനാടായാലും ചൂട് തന്നെയാണ് കേട്ടോ. പിന്നെ അതില്ലേ, അത് നമ്മുടെ ഇവിടെ മൈതാനി മുട്ടായി എന്ന് പറയും കേട്ടോ. നമ്മൾ ആ ശർക്കര ജിലേബി ഇല്ല, അതാണ് ഇവിടെ മൈതാനി പള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നേർച്ച ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അവിടെ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. നമ്മളിവിടെ മുട്ടായിയപ്പം, മൈതാനിയപ്പം എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുക. മൈതാനി മുട്ടായി എന്നാട്ടോ അതിനെ പറയുക. ഇപ്പൊക്കെ ശരിക്കും ഇത് കോമൺ ആണ് കേട്ടോ. മാത്രമല്ല ഇവിടെയും ഇപ്പോൾ മൈതാനീൻ്റെ അടുത്ത് ഏത് സമയം നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ എപ്പോഴും അതവിടെ കച്ചവടം ഉണ്ടാവും, ഈ ഒരു മുട്ടായി ഉണ്ടാക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അത് ഈ ഒരു സമയത്താണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് ഈ പേരിൽ പറയുന്നത്.
ആ ചട്ടിക്ക് ഒന്ന് കാണിക്കണമായിരുന്നു. ചട്ടിക്ക് ഒന്ന് കാണിക്കണേ. വലൈക്കും അസ്സലാം. ഓ ഭയങ്കര ഭംഗി. വലൈക്കും അസ്സലാം. കഴിയില്ല കേട്ടതാ. വലൈക്കും അസ്സലാം. ഇനി ഇതൊന്നും ഇടൂല കേട്ടോ, ഇതൊന്നും ഇടൂല. സലാം കൊടുക്ക്. ഓള് വരാ. ഓ കിട്ടിയിട്ടാവും. ഞാൻ അറിയില്ലല്ലോ ഇതൊന്നും. പാൽപ്പൊടി ഓർലിക്സ് എടുത്തോ? ആ ശരി. ഇത് വേറൊരു ദിവസം വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ താമരശ്ശേരി ഉള്ള നമ്മളെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടില്ല ലുലുവിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലുലുവിൻ്റെ കുട്ടികളും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പോക്ക് നിർബന്ധമുള്ളതായിരുന്നു കേട്ടോ. കാരണം നമ്മളവിടെ താമരശ്ശേരി എത്തി കുറച്ച് സമയം ആയപ്പോഴത്തേക്ക് നമുക്ക് ചൂടും ഭയങ്കര ഒരു ഫീൽ കിട്ടാം. നമ്മൾ അവിടെ നിൽക്കുന്ന പോലെയല്ല, ചൂടുകൊണ്ട് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു ക്ഷീണമായി പോവാം നമുക്ക്. അങ്ങനെ അവിടെ ഉള്ളവർക്ക് അറിയാം, അവിടെ ഉള്ളവർക്ക് എന്നല്ല, ഈ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഇവിടെയൊക്കെ ഉള്ളവർക്ക് ചൂടനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ. നമുക്കത് ഫീൽ ചെയ്യില്ല കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ചൂടുകൊണ്ട് നമുക്ക് എന്താ പറയാൻ തിരിയുന്നില്ല. വെള്ളം കുടിച്ചിട്ടും ഒന്നും അറിയുന്നില്ല. എത്ര കുടിച്ചിട്ടും നമുക്കൊരു തികയുന്നില്ല, ക്ഷീണവും ഞാൻ കാണിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോവുക, കുറച്ച് സമയം അവിടെ പോയി ഇരിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു വേണ്ട. അപ്പോൾ വന്നപ്പോൾ ഇതാ നിറയെ ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും ഈ ചൂട് കൊണ്ടൊക്കെ തന്നെ വരുന്നതായിരിക്കും. ഇവിടെ വന്നപ്പോൾ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു കാറ്റുണ്ട്. അതിന് തണുപ്പൊന്നുമില്ലെങ്കിലും ഒരു സുഖമുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും കുറേ എന്തെല്ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബീച്ചിൽ, സാധാ നമ്മൾ കാണുന്നതിനേക്കാളും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളൊരു ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഒന്ന് സെറ്റിലാവുകയാണ് കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങി, ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ? നല്ലോണം പിടിച്ചോ? ടേസ്റ്റിയാ? ടേസ്റ്റ് ഇടും. എടുത്തോ, തീ എടുത്തോ. വെയിറ്റ് എടുക്കുന്നത് ഇതിനൊക്കെ ഇതൊന്നും അധികം വേണ്ട. നോക്കട്ടെ കൈക്ക് എന്താ ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ നമ്മൾ കഴിച്ചതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മാഷ്മെല്ലോൻ്റെ ഇല്ലേ, അതെനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ടെല്ലനൊന്ന് സുഖിപ്പിച്ചതാണ് കേട്ടോ. അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾ വേഗം അത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, നമുക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നേ. ഇനി നമുക്ക് നമ്മളെ ഫേവറേറ്റ് ഏരിയയിലേക്ക് പോവാം, ഉപ്പിലിട്ടത്. ബീച്ചിൽ വന്നാൽ ഉപ്പിലിട്ടത് നിർബന്ധമാണ്, അല്ലാണ്ട് അത് കഴിക്കാണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അത് അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എടുത്തോ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് നമുക്ക് പൈനാപ്പിളാണ് കേട്ടോ.
അല്ലേ? അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി വന്ന് നമ്മളിതാ കഴിക്കലും അങ്ങനെ സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാണ്ട് കുറച്ച് സമയം. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ശരിക്കും ഒരു വെക്കേഷൻ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.